അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാദപ്രതിവാദത്തിന്റെ ഒന്നാമത്തെ സെക്കൻഡ് മുതൽ അവസാനത്തെ സെക്കൻഡ് വരെ ഞങ്ങളുടെ ആഘോഷം തന്നെയാണ്. ഈ കണ്ട വൻതോക്കുകൾ എല്ലാം കൂടി വന്നിനി. മടവൂരിന്റെ അടുത്ത് പോയപ്പോ നസാബ് അവിടെ ഇരിക്കണം. പിന്നെ ജിന്നൂരികളേറ്റ് വന്ന മറ്റേ ചങ്ങായി ഉണ്ടല്ലോ, എന്താണ് റഹ്മാനി, ഓനോദോ അവിടെ, അനസ് മൗലവി ഉണ്ട്, പിന്നെ വെർട്ടിഫിക്കേഷൻ മറന്നിട്ടില്ലല്ലോ, പിന്നെ എല്ലാന്റെയും ശേഖായ കായക്കൊടി ഉണ്ട്, പിന്നെ ഇലാഹിരി എല്ലാരും ഉണ്ട്. ഈ വൻ തോക്കുകൾ വന്നിട്ട് ഞങ്ങൾ ഉദ്ധരിച്ച പ്രമാണം കാണാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞോ? ഈ പ്രസ്ഥാനം പിരിച്ചുവിട്ട് നിങ്ങൾ പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ തെളിവ് മുട്ടിയാ മൂപ്പര് പൊന്മള ഉസ്താദും എന്നെയും പറയും. ഞാൻ പറയുന്നു അൽഹംദുലില്ലാ, ഈ സംവാദം എനിക്ക് കിട്ടിയ അവസരം തന്നെയാണ്. നിങ്ങളത് ചോദിച്ചതിന് നന്ദി പറയുകയാണ്. ഞാൻ വ്യക്തമാക്കുന്നു, ഞാൻ മഅസൂമല്ല. എന്റെ കയ്യിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ ഉപദേശിക്കേണ്ടത് എന്റെ ഉസ്താദുമാര് തന്നെയാണ്. അവർക്ക് എന്നെ ഉപദേശിക്കാം, എന്നെ അടിക്കാം, എന്നെ ശിക്ഷിക്കാം, എന്നെ പുറത്താക്കാം, എന്നെ അകത്താക്കാം. മുജാഹിദുകൾ അതിൽ ഇടപെടേണ്ടതില്ല. പിന്നെ പൊന്മള ഉസ്താദ് പറഞ്ഞത് ഇനിയെങ്കിലും പഠിച്ചോ, റസൂലുള്ളാഹിക്ക് ചില ഖുസൂസിയത്തുണ്ട്, നെയ്യൽ പോലെയുള്ളത്. അത് വഫാത്തിന് ശേഷം തുടരോ ഇല്ലേ എന്ന ചർച്ചയിലാണ് അത് പറഞ്ഞത്. അത് ഇനി ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഖുർആൻ തിരിഞ്ഞിട്ടില്ല, ഹദീസ് തിരിഞ്ഞിട്ടില്ല, എന്നുള്ളത് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഉസ്താദുമാർ ഇൻഷാ അല്ലാഹ് അവർ ഞങ്ങളെ എന്ത് ചെയ്താലും 100% ഞങ്ങളത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഞങ്ങൾ കടക്കുമ്പോഴും ഞങ്ങളെ വന്യരായ മഹാന്മാരുടെ കൂടെ, ആലിമീങ്ങളുടെ കൂടെ, ഉസ്താദുമാരുടെ കൂടെ ഞങ്ങൾ കടക്കും. സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹിന്റെ ദിവാറിൽ തന്നെ അസ്അലുക മുറാഫഖതക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ ആ ഹബീബിന്റെ സ്വർഗ്ഗം ഞങ്ങളെ ഉസ്താദുമാരെ അടുത്തേക്ക് എത്താൻ പോലും നിങ്ങൾ കുല്ലുഹും അജ്മൻ കൂടിയാൽ കഴിയൂല മക്കളെ. അതുകൊണ്ട് ധൈര്യത്തിൽ ഞങ്ങൾ പാടുന്നു.